ഏതാനും ദിവസങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പിനുള്ളൂ. അതുകൊണ്ട് തന്നെ മുന്നണികളൊക്കെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു, ഏകോപിപ്പിക്കുന്നു. ഈ തിരുവനന്തപുരത്ത് അഖിൽ പാലോട്ട് മഠമുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രിയൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങി വലിയ വിമർശനമാണ് കേന്ദ്ര നേതൃത്വത്തിനെതിരെ. കേന്ദ്ര സർക്കാരിന് കാണാനില്ല. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി CAA-യുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അതേ കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്ന ഭാഗമായി തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നടത്തിയത്. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ്. CAA ആണ് ഇവരുടെ പ്രധാന ആയുധം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, ഈ CAA തന്നെയാണ് മുഖ്യമന്ത്രി പ്രധാനമായും മുന്നോട്ടേക്ക് വെക്കുന്നത്, അല്ലെ? മറ്റെന്തൊക്കെ രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഈ ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്? ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഒരു തനലിൽ നിന്നും കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടാനുള്ള വലിയ പോരാട്ടം തന്നെ നടത്തുന്നുണ്ട്. അതിനവർ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നുണ്ട്. ഇടതുപക്ഷമില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നതാണ് അവർ ഏറ്റവും ലേറ്റസ്റ്റായി ഇറക്കിയിരിക്കുന്ന പുതിയ ക്യാമ്പയിനിങ് ഡയലോഗായി ഇറക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി തന്നെ അതിന് ചില മാസ് ഡയലോഗുകൾ തന്നെ ഉണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രധാനമായും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച 3 LDF-ന്റെ പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തത്. അത് രാവിലെ നെയ്യാറ്റിൻകരയിലായിരുന്നു. ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾക്ക് ബഹുഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം, അതുപോലെ തന്നെ മുസ്ലിം മെജോറിറ്റിയുമുള്ള ഒരു മണ്ഡലമാണ് നെയ്യാറ്റിൻകര എന്ന് പറയുന്നത്. ആ പ്രദേശത്ത്, അതായത് ഈ നെയ്യാറ്റിൻകര, കോവളം, പാറശാല നിയോജക മണ്ഡലങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു LDF-ന്റെ നെയ്യാറ്റിൻകരയിലെ CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ പൊതുയോഗം ഉണ്ടായിരുന്നു. അവിടെയാണ് രൂക്ഷമായ ഒരു വിമർശനം കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും എതിരെ ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാർ CAA നടപ്പിലാക്കിക്കൊണ്ട് രാജ്യത്ത് വലിയ വിഭജനം നടത്താൻ പോകുന്നു എന്ന വലിയൊരു ഡയലോഗായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് മുഖ്യമന്ത്രി ആ ഡയലോഗ് പറയുമ്പോഴും പാർട്ടി സെക്രട്ടറി പറയുന്നത് രാജ്യത്തൊരു നിയമം നടപ്പിലാക്കുമ്പോൾ ആ നിയമം എല്ലാവർക്കും ബാധകമാണ്, അത് രാജ്യത്തിന്റെ നിലനിൽപ്പാണ് എന്നതാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാദമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു ഡയലോഗ് പറഞ്ഞത്, ഈ തിരുവനന്തപുരം പാർലമെന്റിൽ മത്സരിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി ജയിച്ചു പോയാൽ അത് UDF-ആയി തന്നെ നിലനിൽക്കുമെന്ന് ഉറപ്പ് പറയാൻ, നിലപാട് പറയാൻ കരുതുള്ള ഒരാളാണോ എന്ന ഒരു രാഷ്ട്രീയ ആരോപണം കൂടി ഇന്ന് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥി ഇന്നലെ എന്നോട് തന്നെ പ്രതികരിക്കുന്ന സമയത്തും ഈ രാഷ്ട്രീയം തന്നെയാണ് CAA സംബന്ധിക്കുന്ന അത് മുഖ്യ രാഷ്ട്രീയ അജണ്ടയായി, തെരഞ്ഞെടുപ്പ് അജണ്ടയായി കേരളമെമ്പാടും ഉയർത്തിക്കാട്ടാനുള്ള ഒരു പ്രായോഗിക തന്നെയാണ് LDF മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരം മേഖലയിൽ നിന്നും ഈ തിരുവനന്തപുരം മേഖലയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിച്ചാൽ ഇന്ന് LDF കുറച്ചുകൂടി മെച്ചപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ സംഘടിപ്പിച്ചു. NDA-യുടെയും അതുപോലെ വികസന കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾക്കും അപ്പുറത്ത് നാടിന്റെ രാഷ്ട്രീയമാണ്, ജനങ്ങളുടെ രാഷ്ട്രീയമാണ്, വികസനത്തിന്റെ രാഷ്ട്രീയമാണ് പറയേണ്ടതെന്ന വലിയൊരു മുദ്രാവാക്യം ഉയർത്തി BJP-യുടെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തിന്റെ പൊതുവായ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് വലിയൊരു ക്യാൻവാസിൽ ജനങ്ങളുടെ അഭിപ്രായം തന്നെ തേടുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു. UDF സ്ഥാനാർത്ഥിയാകട്ടെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെയും അതുപോലെ തന്നെ ചില തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രചരണം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് എത്തിയാൽ അവിടെ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക നൽകിക്കൊണ്ടുള്ള ഒരു തുടക്കം NDA സ്ഥാനാർത്ഥി V മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകാനെത്തുന്നത് തന്നെ വലിയ ജനാവലിയോടുകൂടിയായിരുന്നു, വലിയ പ്രവർത്തകരുടെ ആവേശത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക നൽകാനുണ്ടായിരുന്നത്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും അതിശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുന്നു, വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൊല്ലത്ത് കുറച്ചുകൂടി മാറ്റം സംഭവിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏറ്റവും അവസാനമാണ് NDA-യുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ പ്രഖ്യാപിക്കുന്നത്. കൃഷ്ണകുമാർ പ്രഖ്യാപിച്ച ആദ്യഘട്ട പ്രചരണങ്ങളിൽ NK പ്രേമചന്ദ്രനും അതുപോലെ തന്നെ M മുകേഷും ഒക്കെ എത്തിയ സ്ഥലങ്ങളിലേക്ക് അതിവേഗം ഓടിയെത്താനുള്ള കൃഷ്ണകുമാറിന്റെ ഓട്ടപ്പാച്ചിലുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ഒരു ഓട്ടപ്പാച്ചിലാണ്, ആ ഓട്ടമുണ്ട്. ആ ഓട്ടത്തിൽ പക്ഷേ കൃഷ്ണകുമാർ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന ഒരു വിലയിരുത്തൽ ഇടതുമുന്നണിക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം അവിടെ കഴിഞ്ഞ തവണകളിലൊക്കെ തന്നെ വലിയ മുൻതൂക്കം BJP-ക്ക് ഉണ്ടായിരുന്നു, NDA-ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ആ തരത്തിലേക്കൊരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളെത്തുമ്പോൾ ആ തരത്തിൽ ഏതെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക LDF-നുണ്ട്. അതുകൊണ്ടാണ് ചന്ദനത്തോപ്പ് ഐറ്റിയിലടക്കം NDA സ്ഥാനാർത്ഥി എത്തുന്നിടത്തൊക്കെ തന്നെ ഈ CPM-ന്റെ ചില പോഷക സംഘടനകൾ ചില സംഘർഷ സാധ്യതകൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ അവിടെ നിന്നും പത്തനംതിട്ടയിലേക്ക് എത്തിയാൽ പത്തനംതിട്ടയിൽ 1-ാം തീയതി NDA-യുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്. പ്രകാശ് ജാവദേക്കർ തന്നെ പങ്കെടുക്കുന്ന ഒരു NDA കൺവെൻഷൻ ഉണ്ട്. അതിനും അപ്പുറത്തൊരു പടി കൂടി കടന്നാൽ കേരളത്തിൽ നിന്നുള്ള ഒരു അംഗമായി ഇന്ന് പ്രഖ്യാപിച്ച നേരത്തെ ഗൗതം തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ 27 അംഗ ഒരു
ഈ പ്രകടന പത്രിക ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ പ്രകടന പത്രിക ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സമിതിയെ ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കുന്നു. രാജ്നാഥ് സിന്ധ്യയുടെ നേതൃത്വത്തിൽ ഒരു ചെയർമാനായിട്ടുള്ള ഒരു പ്രകടന പത്രിക നിർമ്മാണ സമിതി ഉണ്ടാക്കുന്നു. അതിൽ കേരളത്തിന്റെ പ്രാതിനിധ്യമായി അനിൽ ആന്റണി എത്തുന്നുണ്ട്. ഒരു യൂത്ത് ഐക്കൺ തന്നെ ഈ കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിൽ, ദേശീയ ജനാധിപത്യത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ പങ്ക്, കേരളത്തിനായുള്ള വികസനം എന്തൊക്കെയായിരിക്കണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ ആ പ്രത്യേകമായ സമിതിയിലേക്ക് അനിൽ ആന്റണിയെ തന്നെ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഈ പത്തനംതിട്ടയിലെ രാഷ്ട്രീയ സാഹചര്യവും ആ തരത്തിൽ തന്നെ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പൊതുവെ തിരുവനന്തപുരം മേഖലയിലെ തെരഞ്ഞെടുപ്പ് അത്യാവശ്യമായ ഒരു വാശിയിലേക്ക് തന്നെ കടന്നു പോകുന്നുണ്ട്. കാരണം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, രാഷ്ട്രീയ ചില പ്രതികരണങ്ങൾ നടത്തുന്നു. ആ പ്രതികരണങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ജനാവലി ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കും ഒക്കെ തന്നെ പോകുന്നുണ്ട്. എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് മുന്നണി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പോലും, അല്ലെങ്കിൽ മുന്നണികൾക്കും അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി ചിഹ്നങ്ങൾ പോലും നിലനിർത്താനുള്ള ഒരു അതീവ ജീവനത്തിന്റെ പോരാട്ടം തന്നെയാണ്. ചിലപ്പോൾ ചില പാർട്ടി ചിഹ്നങ്ങൾ നഷ്ടപ്പെട്ട് ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ഒക്കെ കിട്ടിപ്പോകുമോ എന്നുള്ള ഒരു ആശങ്ക പോലും നിലനിൽക്കുന്ന തരത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികളെ ഈ തെരഞ്ഞെടുപ്പിൽ അതിവേഗം മുന്നോട്ട് പോകാനുള്ള അവരുടെ ജീവൻ നിലനിൽപ്പിനുള്ള പോരാട്ടമായി മാറ്റുന്ന കാഴ്ചയും കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി തലസ്ഥാനത്ത് ഇറങ്ങി നിൽക്കുകയാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളിൽ നേരത്തെ നമ്മൾ കണ്ടിട്ടാണ്, പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടിട്ടുള്ളതാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്റ്റാർ വാല്യൂ ക്യാമ്പയിനറായി VS അച്യുതാനന്ദന്റെ ചിത്രം വെച്ച ആ തെരഞ്ഞെടുപ്പുകളിൽ മറ്റു സ്ഥാനാർത്ഥികളുടെ വോട്ട് ചോദിച്ചിരുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നും VS അച്യുതാനന്ദന്റെ ചിത്രം വെച്ച് ഫ്ലക്സ് അടിക്കുകയും വോട്ട് ചോദിക്കുകയും ചെയ്തതിനു ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്ന ഒരു ചരിത്രം നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇത്തവണത്തെ ഫ്ലക്സ് ബോർഡുകളിലൊക്കെ തന്നെ വലിയൊരു തോതിലൊന്നും തന്നെ ഈ CPM-ന്റെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രമില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ. കാരണം ചിലപ്പോൾ അത് LDF സ്ഥാനാർത്ഥികൾക്കൊക്കെ തന്നെ വോട്ട് ചോദിക്കുന്നതിലുള്ള ഒരു ആശങ്കയായിരിക്കും. ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചിട്ട് LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ പോകുന്ന സമയത്ത് സപ്ലൈകോയിൽ സാധനമില്ലാത്തതിനെ പറ്റി ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. KSRTC ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തതിനെ പറ്റി മറുപടി പറയേണ്ടി വരും. പെൻഷൻ മുടങ്ങിയതിനെ പറ്റി വോട്ടർമാരോട് മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ ഈ ബസ് ചാർജ് വർദ്ധിപ്പിച്ചതിൽ വോട്ടർമാരോട് മറുപടി പറയേണ്ടി വരും. അതുപോലെ ഈ വെള്ളക്കരം വർദ്ധിപ്പിച്ചതിലും വീട്ടുകരം വർദ്ധിപ്പിച്ചതിലും നികുതി വർദ്ധിപ്പിച്ചതിലും ഒക്കെ തന്നെയുള്ള മറുപടി എല്ലാം LDF ഗവൺമെന്റിനെ പറയേണ്ടി വരും, അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിക്ക് പറയേണ്ടി വരും എന്നുള്ള ഒരു ആശങ്കയായിരിക്കും. മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങളൊന്നും തന്നെ ഇറങ്ങിയ ഫ്ലക്സുകളിലോ അല്ലെങ്കിൽ ഇറങ്ങിയ പോസ്റ്ററുകളിലോ ഒക്കെ തന്നെ കുറവായി മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയ കുഴപ്പമുണ്ട്. കാരണം അവർ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിൽ പോലും അദ്ദേഹം ഇതുവരെ വയനാട്ടിലെത്തിയത് പോലും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ വിഷമഘട്ടത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം അതും അവരുടെ തെരഞ്ഞെടുപ്പിൽ സ്റ്റാർ വാല്യൂ ക്യാമ്പയിനറായി ആരെ കേരളത്തിൽ മണ്ഡലങ്ങളിൽ എത്തിക്കും. കാരണം അവരുടെ സ്റ്റാർ വാല്യൂവായി ഉള്ള ഏറ്റവും വലിയ നേതാവായ രാഹുലും അതുപോലെ തന്നെ KC വേണുഗോപാലും സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. നേരത്തെ സുധീഷും അതുപോലെ തന്നെ നമ്മൾ അരുണും സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രന്റെ വരവ് വലിയ രീതിയിലാണ് അവിടെ ഒരു മത്സരത്തിന്റെ ആക്കം കൂട്ടിയിരിക്കുന്നത്. ഈസി വാക്ക് ഓവറായി KC വേണുഗോപാലിന് പോകാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ എന്ന എല്ലാ ഘട്ടത്തിലും ഒക്കെ തന്നെ കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചെങ്കിലും അപ്രതീക്ഷിതമായുള്ള ശോഭാ സുരേന്ദ്രന്റെ വരവ് അത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം കരിമണൽ ഖനനം പോലുള്ള കരിമണൽ കമ്പനിയുടെ അവിടുത്തെ കൊള്ളയടക്കമുള്ളവയൊക്കെ തന്നെ വലിയ രീതിയിലാണ് ശോഭാ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ചർച്ചയായി മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഈ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സമവാക്യത്തിൽ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മുന്നണികൾക്ക് ഒരു നിക്കക്കള്ളിയില്ലാത്ത പോരാട്ടമായിരിക്കും. കാരണം ഇത്തവണ 19 സീറ്റിൽ അല്ലെങ്കിൽ 18 സീറ്റിൽ UDF നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ചില ഘടകകക്ഷികൾ അവരെ വിട്ടുപോകുന്നുള്ള കാര്യത്തിൽ അവർ തന്നെ വലിയ ആശങ്ക ഉന്നയിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ രാജിവെച്ച BJP-യിൽ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നണികൾക്ക് വലിയ ചോദ്യചിഹ്നമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ചില പാർട്ടികൾക്ക് അവരുടെ ചിഹ്നം നിലനിർത്താനുള്ള പോരാട്ടവുമായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അരുൺ ഗോകുൽ.